إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صدق الله العلي العظيم. السلام عليكم ورحمة الله وبركاته. ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, സ്റ്റേജിലിരിക്കുന്ന ബഹുമാന്യനായ MLA AK ശശീന്ദ്രൻ അവരുടെ, അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, VK കുഞ്ഞിരാമൻ, സത്യപ്രകാശ്, അരവിന്ദാക്കൻ, ഷൈജൻ, കുടുംബത്തിലെയും കുടുംബത്തിന് പുറത്തുള്ള കുടുംബത്തിൻ്റെ സ്നേഹിതന്മാരായ വ്യക്തിത്വങ്ങളെയും ഞാൻ ആദ്യമായി ഈ സ്നേഹസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ നമ്മുടെ കൃഷി മൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രി KP മോഹൻ അവർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ കുടുംബസംഗമം, ബഹുമാന്യനായ മന്ത്രി രാവിലെ ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹത്തിന് കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ തിരിച്ചു വരാം എന്ന ഉറപ്പിന്മേൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ബഹുമാന്യനായ മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തലശ്ശേരിയുടെ MLAയും പ്രതിപക്ഷ ഉപനേതാവുമായ കോടിയേരി ബാലകൃഷ്ണൻ അവർ നമ്മുടെ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബഹുമാന്യനായ കോടിയേരി അവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയും, പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബ് ഈ മീറ്റിങ്ങിൽ, ഈ കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനീയനായ എഴുത്തുകാരനും അറിയപ്പെടുന്ന പത്രപ്രവർത്തകനും നമ്മുടെ കുടുംബത്തിലെ ഒരംഗവുമായ PK പാറക്കടവ് അവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ എത്താമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. അതിനൊക്കെ പുറമെ ഇവിടെ എത്താമെന്നേറ്റ എല്ലാവരെയും ഈ സ്നേഹസംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നലകൾ, അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ ഇന്നലകൾ വളരെ പ്രകാശപൂരിതവും അന്തസ്സുറ്റതുമായിരുന്നു. ഇന്നും നാളെയും അങ്ങനെ തന്നെ ആകണം എന്ന കുടുംബത്തിലെ മുതിർന്നവരുടെ ആഗ്രഹപ്രകാരമാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അണ്ടത്തോടൻ കുടുംബ ട്രസ്റ്റിന് രൂപം നൽകിയത്. 10,000-ഓളം അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ് അണ്ടത്തോടൻ കുടുംബം. ആ കുടുംബാംഗങ്ങളെയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരത്തുക, ചേർത്ത് പിടിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി രൂപം കൊണ്ട അണ്ടത്തോടൻ കുടുംബ ട്രസ്റ്റ് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായത്താൽ, ഉപദേശ നിർദ്ദേശത്താൽ ധാരാളം ഗുണകരമായ പ്രവർത്തനങ്ങൾ ഈ 3 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലെയും കുടുംബത്തിന് പുറത്തുള്ളതുമായ ധാരാളം ആൾക്കാർക്ക് ഉപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ കോടിയേരി സഖാവ് ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാന്യനായ കോടിയേരി സാറിന്
സഖാവിന് അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ 1000 ആശംസകളും സ്വാഗതവും ഓതുന്നു. ഞങ്ങൾക്ക് അഭിമാനമുണ്ട് സർ. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബസംഗമത്തിന് കൂടുതൽ നിറവും കൂടുതൽ ഭംഗിയും കൂടുതൽ സൗരഭ്യവും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ വിലമതിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും ഉപദേശവും നിർദ്ദേശങ്ങളും ഉണ്ട് എങ്കിൽ ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ ഈ സമൂഹത്തിനും കുടുംബത്തിനുമാണ് വേണ്ടി ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മോദിക്കൊണ്ട് ഈ കുടുംബ സംഗമത്തിലേക്ക്, ഈ സ്നേഹ സംഗമത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ജയ് ഹിന്ദ്. പ്രൗഢമായ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അണ്ടത്തോടൻ ഫാമിലി ട്രസ്റ്റ് ചെയർമാൻ E.A. നാസർ അവர்களാണ്. അദ്ദേഹത്തെ ബഹുമാന മത്സരം വേദിയിൽ ലഭിച്ചിരിക്കുന്നത്. വേദിയിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, സഹോദരന്മാരെ, നമ്മുടെ അണ്ടത്തോടൻ കുടുംബാംഗങ്ങളുടെ 2ാം സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. 2012 ആദ്യ സംഗമം കരിയാട് CH മൊയ്തു മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചിരുന്നു. പുല്ലൂങ്കരയിലെ എടച്ചേരി വീട്ടിൽ കണ്ടത്തോടൻ കലന്തർ മൂപ്പരുടെയും വടക്കേ കൈപ്പാണി ഉമ്മാത്ത ഉമ്മാമയുടെയും പരമ്പരയിൽപ്പെട്ട കുടുംബങ്ങളെയാണ് അണ്ടത്തോടന്മാർ എന്നറിയപ്പെടുന്നത്. പുല്ലൂക്കര പെരുവത്തൂർ, കരിയാട്, പുറമേരി, തലശ്ശേരി തുടങ്ങിയ മലബാറിലെയും മധ്യകേരളത്തിലും പടർന്നു കിടക്കുന്ന കുടുംബശൃംഖലയാണ് അണ്ടത്തോടന്മാരുടേത്. കഴിഞ്ഞ സംഗമത്തിൽ വ്യത്യസ്തമായിട്ട് കൂടുതൽ കണ്ണികൾ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഈ പരിപാടിയെ വേറിട്ടതാക്കുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആദ്യമായിട്ടുള്ള ഒരു സംഗമം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ കുടുംബ കണ്ണികളെക്കുറിച്ച് വേണ്ടത്ര അറിവുകൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സംഗമത്തിന് തന്നെ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് കുടുംബങ്ങളെ പരസ്പരം അറിയാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നാളെ ഇത് പറഞ്ഞു തരാൻ നമ്മുടെ പൂർവികരായ ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ പോകുമ്പോഴും നമ്മുടെ വലിയ വിലപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ഡിക്ഷണറി പോലുള്ള മനുഷ്യ ആളുകളാണ് നമ്മളൊന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സംഗമത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട്, ഈ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത് ഉൾക്കൊള്ളണം, അതിന് സജ്ജരാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി, ഇന്നത്തെ കുടുംബസംഗമം വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സംവിധാനം ചെയ്തിട്ടുള്ളത്. വൈകുന്നേരം വരെയുള്ള പരിപാടികൾ നമ്മുടെ സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഈ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ കുടുംബ കണ്ണികളിലെ ആളുകൾ ഇതിൻ്റെ പ്രസിഡന്റിനും മറ്റുമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവരെയൊക്കെ നേരിട്ട് പരിചയപ്പെടാനും മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് ഇതിനെ നിങ്ങൾ കാണുന്നു. തികഞ്ഞ അച്ചടക്കത്തോടുകൂടി, ആഭിജാത്യത്തോടുകൂടി തന്നെ നിങ്ങൾ ഈ സംഗമ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇനി സുവനീർ പ്രകാശനമാണ്. സുവനീർ പ്രകാശനം ചെയ്യാനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ അവരുടെ സ്നേഹപുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അണ്ടത്തോട് കുടുംബ സംഗമം സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരി മുളിയിൽ മഹമ്മൂദ് ഹാജി സുവനീർ ഏറ്റുവാങ്ങുന്നു. അദ്ദേഹത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അണ്ടത്തോട് 2ാം കുടുംബ സംഗമം സുവനീർ പ്രകാശന കർമ്മമാണ് വേദിയിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സുവനീർ പ്രകാശനം ചെയ്തു. സുവനീർ ഏതാനും നിമിഷങ്ങൾക്കകം എല്ലാവരുടെയും കൈകളിലേക്ക് എത്തുമെന്ന് അറിയിക്കുന്നു. ഇന്ന് കുടുംബം എന്നത് നമ്മുടെ സങ്കല്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നേരത്തെ ഒരു കുടുംബം
ചുറ്റുപാട് താമസിക്കുക എന്നതാണ് ഒരു കുടുംബ അന്തരീക്ഷമെങ്കിൽ ഇന്ന് അതൊക്കെ മാറി അണുകുടുംബം എന്നുള്ള നിലയിൽ 1, 2, 3, 4, 5 ആളുകളൊക്കെ ഉള്ള ഒരു കുടുംബമായി കുടുംബം പരിമിതപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലത്താണ് വിശാലമായ ഒരു കുടുംബ സങ്കല്പം ഉയർത്തിപ്പിടിക്കുന്ന ഇത്തരം കുടുംബ സംഗമം മാതൃകയായി മാറുന്നത്. നേരത്തെ തൊഴിലന്വേഷിച്ചുകൊണ്ട് സംസ്ഥാനത്തിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥിതി മാറി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന അന്തരീക്ഷം നമുക്കുണ്ടായി. ഇപ്പോൾ രാജ്യം എന്നത് മാറി ആഗോളതലത്തിലാണ് ഇന്ന് കുടുംബം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രസിദ്ധമായിട്ടുള്ള അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഈ കുടുംബത്തിൽ നിന്ന് ധാരാളം പ്രതിമകളെ സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ ഇത്തരത്തിലുള്ള വേദികൾ സഹായകരമായി തീരട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ തയ്യാറാക്കിയ സുഗരീരുടെ പ്രകാശനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യം. ഇനി നമ്മുടെ കുടുംബാംഗമായ PP റസാഖ്, പത്രപ്രവർത്തകനും കവിയുമാണ്. PP റസാഖിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്ന വിശിഷ്ടമായ മറ്റൊരു ചടങ്ങിലേക്ക് നേർത്തു പെയ്യുന്ന മഴ കവിതാ സമാഹാരം പ്രകാശനം ചെയ്യുന്നത് MLA AK ശശീന്ദ്രൻ അവർകളാണ്. MLA ബഹുമാന പുരസ്സരം അഭിമാന പുരസ്സരം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നേർത്തു പെയ്യുന്ന മഴ കവിതാ സമാഹാരം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ അബ്ദുൾ സമദ്. പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ 300 വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു പുരാതന കുടുംബമാണ് അണ്ടത്തോടൻ കുടുംബം. ആ കുടുംബാംഗങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം രൂപപ്പെട്ട ഗ്രാമത്തിൽ നിന്നും മാറി വിദേശങ്ങളിൽ പോലും കുടുംബമായി താമസിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ 300 വർഷം കൊണ്ട് മാറ്റമുണ്ടായി. എന്തായാലും നേർത്തു പെയ്യുന്ന മഴ എന്നാണ് ഇതിൻ്റെ തലവാചകം. അതിൽ മഴ ആത്മാവിൽ പെയ്തിറങ്ങുന്നു എന്നാണ് പ്രസാദകർ എഴുതിയിട്ടുള്ളത്. ഈ കവിത അതുകൊണ്ട് തന്നെ വായനക്കാരൻ്റെ ആത്മാവിൽ പകർന്നൊഴുകട്ടെ എന്ന് പെയ്തിറങ്ങട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നു. എൻ്റെ അഭിവാദ്യം. പ്രശസ്തമായ അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ ഈ സംഗമത്തിൽ സംബന്ധിക്കാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. വർഷം തോറും ഇതുപോലെ സംഗമങ്ങൾ കൂടുമ്പോൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുണ്ടാവുകയും കുടുംബത്തിനും സമൂഹത്തിനും ഉപകരിക്കുന്ന പൊതു താല്പര്യം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരുപാട് തറവാടുകൾ നമ്മുടെ നാടുകളിലുണ്ട്. ഈ തറവാടുകൾ
വ്യത്യസ്തമായ ചരിത്രവും വ്യത്യസ്തമായ അനുഭവങ്ങളും ഉള്ളവരാണ്. പഴയ കാലത്തെ ഫ്യൂഡലിസ്റ്റ് സമൂഹത്തിൽ നിന്നും ജനങ്ങളെ ഭരിക്കാനും നയിക്കാനും നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളെ ഭരിച്ച ഒരുപാട് തറവാടുകളുണ്ട്. ഇന്നും ഈ തറവാടുകൾ നയിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരായ പലരും ഈ തറവാടിനെ ഇന്നലത്തെ അവരുടെ മഹത്തായ പൈതൃകം കാത്തു സൂക്ഷിക്കുമാണ് കരുത്ത് നൽകാൻ സാധിക്കുന്നതാണ്. ഇടത്തിൽ അമൽ സാഹിബും മൊഴി കുഞ്ഞുമൂസ് സാഹിബും ഈ നാസർ സാഹിബിനെ പോലെയുള്ള ഇന്നത്തെ നേതാക്കന്മാർ എന്നെ അന്വേഷിക്കുന്നു. അവർക്കതിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ തറവാട്ടിന് എല്ലാ നന്മയും തീർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളോട് സമർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. 10 ലക്ഷം രൂപയാണ് നമുക്ക് സമാഹരിക്കാനായിട്ടുള്ളത്. 51 ലക്ഷം രൂപയാണ്, 51,000 രൂപയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അണ്ടത്തോടൻ കുടുംബം എന്ന് പറയുന്നത് ഇവിടെ ബഹുമാനായ KM സൂഫി സാഹിബ് ചൂണ്ടിക്കാണിച്ചതുപോലെ നാട്ടിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, വിദ്യാഭ്യാസ, മത രംഗത്ത് വളരെ നിസ്തുലമായ സേവനങ്ങൾ അർപ്പിച്ച അതിപ്രശസ്തമായ ഒരു കുടുംബത്തിൻ്റെ വലിയ മഹത്തായ ഒരു കൂടിച്ചേരലാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. അണ്ടത്തോടൻ കുടുംബം എന്ന് പറയുമ്പോൾ ഞാൻ ആ കുടുംബത്തിൻ്റെ ഏകദേശം ഒരു ചരിത്രം സൊവനീറിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുടുംബത്തിൽ സമൂഹത്തിന് വളരെ സമഗ്രമായ ഒരുപാട് സംഭാവനകൾ സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു നാട്ടിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ ചരിത്രം കൂടി. പ്രത്യേകിച്ച് ഞാൻ ഓർമ്മിക്കുന്നത് അണ്ടത്തോടൻ കുടുംബത്തിലെ പ്രായമുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ അവർ പലരും കൈ തരുന്ന സമയത്ത് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് പലപ്പോഴും എൻ്റെ പിതാവുമായുള്ള ബന്ധം അവർ ചൂണ്ടിക്കാണിക്കാറ്. അതുകൊണ്ട് തന്നെ ഞാൻ സോവനീർ വായിച്ചപ്പോൾ അതിൽ 1-2 ലേഖനങ്ങളിൽ എൻ്റെ പിതാവിനെ പരാമർശിച്ചു. സാമൂഹിക രംഗത്തേക്ക്, രാഷ്ട്രീയ രംഗത്തേക്ക് നിങ്ങളുടെ പൂർവികരായ പലരെയും കൂട്ടിക്കൊണ്ടുവന്നത്, കൈപിടിച്ചു കൊണ്ടുവന്നത് KE സാഹിബാണ് എന്ന് ലേഖനത്തിൽ ചോദിച്ചു. അങ്ങനെ വല്ലാതൊരു വൈകാരികമായ ബന്ധം നിങ്ങളുടെ കുടുംബവുമായി തലമുറകളിലൂടെ കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷം നൽകി. ഞാൻ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലൂടെ ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഞങ്ങളുടെ കുടുംബത്തിലെ കുറേ ആളുകളുമായുള്ള പരിചയത്തിൻ്റെ പേരിൽ മൺമറഞ്ഞു പോയ ഞങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധിക്ക് അനുകരണീയമായ, വിധിക്ക് വിധേയമായി വിട പറഞ്ഞു പോയ കുറേ സുഹൃത്തുക്കൾ ഓർമ്മിച്ചു. ബഹുമാനായ ഉസ്മാനാജി, മൊയ്തീൻ വക്കീലിനെ, ബാനൂർ സാഹിബിനെ, മുഹമ്മദ് ആജിയെ, പള്ളിക്കണ്ടി മൂസ സാഹിബിനെ പോലുള്ള കുറേ ആളുകൾ, നമ്മളിൽ നിന്ന് അങ്ങനെ ഒരുപാട് പൂർവികർ അതിമഹത്തായ സേവനങ്ങൾ സമർപ്പിച്ച പലരും കടന്നുപോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തു. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത്, ആ കുടുംബത്തിൻ്റെ ഇവിടെ കുടുംബസംഗമം, ഇവിടെ നാസറും അതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് സ്വാഗതം നൽകിയ മജീദ് പ്രൊഫസർ, ഞങ്ങൾ ഒന്നിച്ച് സർസൈർ കോളേജിൽ താമസിച്ച്, ഹോസ്റ്റലിൽ താമസിച്ചു. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അവർ ചൂണ്ടിക്കാണിച്ചത് വസ്തുത ഒട്ടേറെ സതുദ്ദേശപരമായ സമീപനങ്ങളുമായിട്ടാണ് ഈ കുടുംബ ട്രസ്റ്റ് രൂപീകരിച്ചത്. കുടുംബം എന്ന് പറയുന്നത്, ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ സ്റ്റേജിൻ്റെ പുറകിൽ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കേണ്ടത്. ആ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്: കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അത് കേരളത്തിലെ കൊച്ചു കവിതകളുടെ തമ്പുരാനായ കുഞ്ഞുണ്ണി മാസ്റ്ററുടെ വചനമല്ല. കുഞ്ഞുണ്ണി മാസ്റ്ററോട് വല്ലപ്പെട്ട ഒരു സദസ്സിൽ, തൃശ്ശൂരിലെ വല്ലപ്പെട്ട സദസ്സിൽ കൊച്ചു കുട്ടികളുമായി അദ്ദേഹം സംവദിക്കുമ്പോൾ കുട്ടികൾ കുഞ്ഞുണ്ണി മാസ്റ്ററോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: സർ, എന്താണ് കുടുംബം? അപ്പം അദ്ദേഹം പറഞ്ഞു, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. ഒരു കുസൃതിയോടുകൂടി മറ്റൊരു പയ്യൻ്റെ ചോദ്യം എങ്ങനെയാണ്: സർ, അത് തന്നെയാണോ ഇപ്പോൾ കുടുംബം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കുടുംബം ഭൂകമ്പം. കുഞ്ഞുണ്ണി മാസ്റ്ററുടെ വാക്കാണ്. സത്യത്തിൽ അതുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടന സമ്മേളനത്തിൽ കൊടിയേരിയും അതുപോലെ AK ശശീന്ദ്രനും ഒക്കെ ചൂണ്ടിക്കാണിച്ചത്. കുടുംബം എന്ന് പറയുന്നത്
സമൂഹത്തിലെ ബേസിക് യൂണിറ്റാണ്. ലോകത്തിൻ്റെ സമൂഹത്തിലൊക്കെ ബേസിക് യൂണിറ്റ് കുടുംബം. ആ കുടുംബത്തിൻ്റെ നന്മക്ക്, വികാസത്തിന്, വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, ഐശ്വര്യത്തിന് ഉപകരിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക ഒരു കുടുംബ ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പോൾ ആ കുടുംബം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് ഒരു കല്യാണ ബന്ധങ്ങളില്ല. വെഡിങ് എന്ന് പറയുന്നത് സത്യത്തിൽ വാട്ട് ഈസ് മീൻ ബൈ വെഡിങ് എന്ന് ചോദിക്കുന്നിടത്ത് ഒരു പല്ലോക്തിയോടുകൂടി ഒരു മറുപടിയുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ വെഡിങ്? ഈസ് നോട്ട് എ വെഡിങ്, ഇറ്റ് ഈസ് എ വെൽഡിങ്. അത് കൂടിച്ചേരലാണ് വെൽഡിങ്. അപ്പം അങ്ങനെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് സ്നേഹോഷ്മളമായി സമൂഹത്തിനും നാട്ടിലും ഒക്കെ ഉദാത്ത മാതൃകകളായി ഒരു കുടുംബം വളർന്ന് വികസിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനേക്കാൾ സ്വീകരിക്കപ്പെടുന്ന വളരെ സാലിഹായ ഒരു അമലാണ്. കുടുംബം എന്നുകൊണ്ട് വളരെ മഹത്തരമായി ഇവിടെ തന്നെ കുടുംബത്തിലെ വിദ്യാർത്ഥികളെ ഒരുപാട് പദ്ധതികളെ കുറിച്ചൊക്കെ പറഞ്ഞു. കുടുംബം എന്ന് പറയുന്നത് വളരെ ശാന്തമായി കുടുംബം വളരണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കപ്പെടും. ഇവിടെ ഞാൻ ഓർമ്മിക്കാം, റസാഖ്, എൻ്റെ സുഹൃത്ത് റസാഖിൻ്റെ കവിതയിൽ നിന്നിൻ്റെ കാര്യങ്ങൾ കാണുകയാണ്. കുടുംബം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. പണ്ടത്തത് പോലെയല്ല, ഭൂമിശാസ്ത്രപരമായി മനുഷ്യൻ വളരെ അടുത്തു. അങ്ങനെയാണ് ഗ്ലോബൽ ട്രെൻഡ്. അങ്ങനെ ഭൂമിശാസ്ത്രപരമായി മനുഷ്യൻ വളരെ അടുത്തിട്ടുണ്ട്. പണ്ടത്തത് പോലെ നേരത്തെ കോടിയേരി പറഞ്ഞല്ലോ കത്തും കമ്പിയും ഒക്കെയാണ്. ഇപ്പോൾ കത്തും കമ്പിയും ഒന്നുമില്ല, വാട്സപ്പാണ്. മിനിറ്റ് വെച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന വിധം, നൈമിഷികമായ ആളുകളെ മിനിറ്റ് ബൈ മിനിറ്റ് കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്ന വിധം വാട്സപ്പിലൂടെ കാര്യങ്ങൾ പോവുകയാണ്. ഒരു കുടുംബം ശക്തമാകാൻ പണ്ടൊരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞ ഒരു 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഒരു സ്ത്രീ ചോദിച്ചു, സർ ഡോക്ടർ, എനിക്കറിയേണ്ടത് ഒരു കുടുംബം ശക്തിപ്പെടാൻ എന്ത് കാര്യങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ 4 T. 4 T എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ മുകളിലാണ് ഒരു കുടുംബം സക്സസ് ആവുന്നത്. അപ്പോൾ സ്ത്രീ വീണ്ടും ചോദിച്ചു, ഡോക്ടർ ആ 4 T ഒന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഒന്ന് ടൈമാണ്, സമയമാണ്. കുടുംബവുമായി ചെലവഴിക്കാൻ നിങ്ങൾക്ക് സമയം വേണം. സമയമില്ല, ഞാനിപ്പോൾ തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞാൽ കുടുംബം രക്ഷപ്പെടില്ല. ടൈം വേണം. രണ്ടാമത്തെ പറഞ്ഞത് ട്രസ്റ്റാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് തമ്മിൽ വലിയ വിശ്വാസമാണ്. ട്രസ്റ്റ് എന്നുള്ള വിശ്വാസം, അല്ലാതെ അവിശ്വസനീയമായ ഒരു സാഹചര്യത്തിൽ കുടുംബം ശക്തിപ്പെടില്ല. ട്രസ്റ്റ് വിശ്വാസമാണ്. മൂന്നാമത് പറഞ്ഞത് ടോക്കാണ്. നിങ്ങൾ സംസാരിക്കണം, ഉള്ളു തുറന്ന് സംസാരിക്കണം. കാര്യങ്ങളെല്ലാം ഉള്ളു തുറന്ന് സംസാരിക്കണം. ഒന്നിനും സമയമില്ലാത്തൊരു കോല കളിക്കരുത്. നിങ്ങൾ സംസാരിക്കണം. മറ്റൊന്ന് ടച്ചാണ്. ആ ടച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എൻ്റെ മുമ്പിൽ ചെറിയ കൊച്ചു മക്കൾ ഇരിക്കുന്നുണ്ട്. ആ മക്കൾ പുറത്ത് ഒന്ന് തലോടി, മോനെ സുഖം തന്നെയാണ്, എവിടെയാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരിലുണ്ടാകുന്ന ആ സ്പർശം എന്ന് പറയുന്നത് അതിൻ്റെ മാജിക്ക് വളരെ വലുതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അണ്ടത്തോടെ ഫാമിലി വളരെ പൈതൃകത്തോട് നടത്തുന്ന ഈ സ്നേഹ സംഗമത്തിന് ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ കുടുംബം ശക്തമാകാൻ, കുടുംബം വിശാലമാകാൻ, കുടുംബം നന്മയുള്ളതാകാൻ, കുടുംബ സമൂഹത്തിന് ഗുണം ചെയ്യാൻ കഴിയുന്ന അണ്ടത്തോടെ കുടുംബത്തിൻ്റെ ചരിത്രപരമായ പൈതൃകം വീണ്ടും വീണ്ടും സംരക്ഷിക്കാൻ ദൈവം തമ്പുരാൻ്റെ നിങ്ങളെ കടാക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ അഭിവാദ്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അണ്ടത്തോടൻ കുടുംബവുമായിട്ട് വേണമെങ്കിൽ 1983 മുതൽ എനിക്ക് ബന്ധമുണ്ട്. എൻ്റെ പ്രിയ സുഹൃത്ത് ഇക്ബാൽ സാഹിബ് മുന്നൂൽ, അദ്ദേഹം എൻ്റെ കുറച്ച് ഒരു വർഷം സീനിയറായിട്ട് ഞങ്ങളാണ് പഠിച്ചതാണ് ഫറൂഖ് കോളേജിൽ. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇക്ബാൽ സാഹിബുമായിട്ട് ബന്ധമുണ്ട്. അവിടുന്ന് ആസാദ് ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ ഇക്ബാലിൻ്റെ ഒരുപാട് ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അണ്ടത്തോടെ കുടുംബത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് സംഘടനാ ഫീൽഡിലേക്ക് വരുമ്പോൾ MSFൻ്റെ പ്രവർത്തകരായിട്ട് കടന്നു വരുമ്പോൾ ബഹുമാനപ്പെട്ട നാസർ മാസ്റ്ററിലേക്ക് ബന്ധമുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട സുൽഫി സാഹിബ് പറഞ്ഞു, ഞാൻ അണ്ടത്തോടൻ കുടുംബത്തിലെ പുതിയാപ്പിളാണ്. കുറേ കാലമായി എൻ്റെ ലീഡർ എന്ന നിലയ്ക്ക് ഈ കുടുംബവുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. പക്ഷെ ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിച്ചു. ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ശ്രീ ശശീന്ദ്രൻ MLA, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വക്കക്കോട് ഡോക്ടറൊക്കെ അവിടെ സംസാരിച്ചു. കുടുംബം എന്നുള്ളത് എല്ലാവരും സൂചിപ്പിക്കാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരു സംഭവമാണ് കുടുംബം. ഈ കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞത് ഒരു മതപരമായ ഏറ്റവും വലിയ മൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളിവിടെ കുടുംബ സംഗമത്തിന് അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ 2ാം സംഗമത്തിന് വിനിയോഗിക്കുന്ന ടൈം അത്രയും തീർച്ചയായിട്ടും നിങ്ങളുടെ നന്മയിൽ തൂങ്ങുന്ന, നന്മയുടെ ത്രാസിൽ തൂങ്ങുന്ന സമയമാണ്. വിശുദ്ധ ഖുർആൻ പല ഭാഗത്തായിട്ട് സൂചിപ്പിച്ചവരുണ്ട്. അല്ലദീന യൻഖദൂന
അഹ്ദല്ലാഹി ഫി ബഅദി മിസാഖിഹി വയഖ്തൗന മാ അമറല്ലാഹു ബിഹി അൻ യുസല വയുഫ്സിദൂന ഫിൽ അർളി ഉലൈക ഹുമുൽ ഹാസിദൂൻ. അതായത് അള്ളാഹു ചേർക്കാൻ പറഞ്ഞു വെച്ച ബന്ധങ്ങളെ ചേർക്കാത്തത്, അള്ളാഹു ഇച്ഛിക്കുന്ന ബന്ധത്തെ ചേർക്കാത്തത്. അതിലേറ്റവും പ്രധാനം അള്ളാഹു ഇച്ഛിക്കുന്ന ബന്ധം എന്ന് പറയുന്ന ഏറ്റവും വലിയ ബന്ധം കുടുംബ ബന്ധം. ആ കുടുംബ ബന്ധത്തെ ചേർക്കാതെ വിച്ഛേദിച്ച് കളയുന്നവർ അവർ ഭൂമിയിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അവരെല്ലാ കാലത്തും നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഏറ്റവും മഹനീയമായിട്ടുള്ള ഒരു സംവിധാനത്തിനാണ് യഥാർത്ഥത്തിൽ ഈ അണ്ടത്തോടൻ കുടുംബം ഇവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊല്ലിയിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശദമായ സംസാരമില്ല എന്ന് ഞാൻ പറഞ്ഞു. ചില്ലറ കാര്യങ്ങൾ മാത്രം. നമ്മളൊരു വലിയ വിവിധങ്ങളായ മതങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. ഇതൊരു വലിയ കുടുംബമാണ് അണ്ടത്തോടൻ കുടുംബം. സ്വാഭാവികമായിട്ട് ഈ സമൂഹത്തിന് നിങ്ങൾക്ക് കുറേ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇത് കഴിഞ്ഞു പോകുമ്പോൾ ഈ സമൂഹത്തോട് നന്മയിൽ സംവദിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ബുക്ക്ലെറ്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിരിക്കാൻ പഠിക്കണം. പുഞ്ചിരി ഒരു ഇബാദത്താണ് എന്ന് പറയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പുഞ്ചിരി ഇബാദത്താണ്. ആളുകളെ കാണുമ്പോൾ ചിരിക്കാം, അവരെ അഭിവാദ്യം ചെയ്യാം. അവരേത് മതക്കാരനൊന്നുമില്ല, അവരെ അഭിവാദ്യം ചെയ്യാം, സലാം കൊണ്ട് അഭിവാദ്യം ചെയ്യാം, അവരോട് പുഞ്ചിരി. അങ്ങനെ പുഞ്ചിരി കുടുംബത്തിൽ ചിരി ഉണ്ടാകുമ്പോൾ, ഭാര്യ ഭർത്താവിനോട് ചിരിക്കുമ്പോൾ, ഭാര്യ മക്കളോട് ചിരിക്കുമ്പോൾ, അച്ഛൻ അമ്മയോട് പറയുമ്പോൾ, അമ്മ മക്കളോട് പറയുമ്പോൾ എല്ലാം ചിരി കലർന്നിരിക്കും. സമാധാനം ഉണ്ടാവില്ല. ജീവിതത്തിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടാകും. ആ സമാധാനം ഏറ്റവും വലിയ നന്മയായിട്ട് സമൂഹത്തിന് കൊടുക്കാൻ ഒരു കുടുംബത്തിന് കഴിയും. മറ്റൊന്ന് ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾ എന്ന നിലയ്ക്ക് ഇപ്പോൾ നമ്മൾ ഭീകരമായ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കും. നമുക്ക് ഹൃദയം കൊണ്ട് പറയാൻ പറ്റും, അണ്ടത്തോടൻ കുടുംബത്തിലെ ഓരോ മുസ്ലിം അംഗങ്ങൾക്കും ഹൃദയം കൊണ്ട് പറയാൻ പറ്റണം, പെഷവാറിൽ 132 വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ മുസ്ലിങ്ങൾ അല്ല എന്ന് പറയാൻ കഴിയും. നേരത്തെ എൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എൻ്റെ സുഹൃത്ത് നാസർ മാഷ കൊടുത്തിട്ടുണ്ടായി. ഇവിടെ ആ തലത്തിൽ, വിദ്യാഭ്യാസ തലത്തിലും ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയണം. മലബാറിലേക്ക് ഞാൻ തുറന്നു പറയാം, മലബാറിലേക്ക് ഇപ്പോഴും PSCയുടെ എത്തിനോട്ടം ഇപ്പോഴും വളരെ മോശമാണ്. ഇതിൻ്റെ ഒരു വലിയ വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, മലബാറിലേക്ക് ഏത് സമുദായത്തിലുള്ള ആളുകളും ജോലി സാധ്യത ഇല്ലാതെ വരുമ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗം പാർഷ്യലാണ്. ഒരു ഭാഗത്ത് മാത്രം ഉദ്യോഗസ്ഥന്മാർ തിങ്ങിക്കൂടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നീതി വിഭജിക്കപ്പെടുന്നതിൽ വലിയ അന്തരങ്ങളുണ്ടാവും. അപ്പോൾ മലബാറിൽ നമ്മുടെ കുട്ടികളെ ഈ മത്സര പരീക്ഷകൾക്ക് ഉപയുക്തമാക്കുന്ന അർത്ഥത്തിലേക്ക് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളുടെ ആരോഗ്യം, എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ആദരവുകൾ നേരുന്നു, ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. അണ്ടത്തോടൻ കുടുംബത്തിൻ്റെ രണ്ടാമത് കുടുംബ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ആമുഖമായി നന്ദി പറയുകയാണ്. ഇവിടെ പ്രസിദ്ധീകരിച്ച ശവനീയത ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഒരുപക്ഷെ ഒരു കാലത്ത് തലശ്ശേരിയിലെ പൂർവികരായ PI കുടുംബത്തിലുണ്ടായ പ്രതാപത്തിൻ്റെ മറ്റൊരു വശം ഈ അണ്ടത്തോടൻ കുടുംബത്തിനുണ്ട് എന്നുള്ളത് അതിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ എനിക്ക് കാണാൻ